രസം കാച്ചാം. പണ്ടത്തെ രസം കേട്ടോ, എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തക്കാളി, പുളി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ പുളി വെള്ളത്തിയിടാം, അതിനുശേഷം തക്കാളി അരിയാം, എന്നിട്ട് നോക്കാം എങ്ങനെ. മൺകലത്തിലാണ് പണ്ട് രസം വയ്ക്കുന്നത്. നമുക്ക് കറിച്ചട്ടിയിൽ വയ്ക്കാം കേട്ടോ. എന്നാൽ നമുക്ക് പുളി ഒന്ന് ഞവടി എടുക്കാം കേട്ടോ. ഞവിടാം കൊടുക്കാം. അതിന് ശേഷം എന്താ, ഈ കായം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുളി പിഴിഞ്ഞിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് വേവിക്കാം. അങ്ങനെയാണ് പണ്ട് രസം വയ്ക്കുന്ന കേട്ടോ. ഉണ്ടോ, നമുക്ക് പുളി വെള്ളം കുറച്ച് വേവിച്ച് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് വേവിക്കാം. വേവട്ടെ, അതവിടെ കിടത്ത് വേവട്ടെ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ജാറിയിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ചതച്ചെടുക്കാം രസം ഉണ്ടാക്കാനേ. തിളയ്ക്കുന്നുണ്ടോ? തിളക്കട്ടെ. ഇതെല്ലാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കേട്ടെ. കരണ്ടി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോളവും എല്ലാം കൂടി ഇട്ട് ഒരു രസം വയ്ക്കാം. നല്ലോളം പൊടിയൊക്കെ ഇട്ട് കാണിച്ചു തരാം. ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. പണ്ടത്തെ രസത്തിലേക്ക് നമ്മൾ പോയി, പഴമയിലേക്ക് പോയി. നമുക്ക് രസം ഉണ്ടാക്കാം. ആദ്യം എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് കടുവൊക്കെ പൊട്ടിക്കാം കേട്ടോ. എണ്ണ കടുവ് ഇടാം കേട്ടോ. നമുക്ക് പച്ചമുളക് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ച് വെച്ചേക്കാം. അത് ഇടാം കേട്ടോ. അതിട്ടിട്ട് ഒന്ന് ഇളക്കണം. ഇളക്കട്ടെ, ഒന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ടാണ് നമുക്ക് ഇപ്പട്ടെ ചുമന്ന് വരട്ടെ. മൂത്ത് വരുന്നു. ഈ നമ്മൾ രസം വയ്ക്കുമ്പം ഈ വെളുത്തുള്ളിയും ഇഞ്ചി കൊച്ചുള്ളിയൊക്കെ ഒരു ഗോൾഡൻ ചെറിയൊരു കളർ വരണം കേട്ടോ. എന്നാലേ ആ രസത്തിനൊരു കായമൊന്നും ഉതിയിടണ്ട. നമ്മൾ പുളിയിൽ തക്കാളിയിലും ആ കായം ഇട്ട് വെച്ചിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ മാമി ഉണ്ടാക്കുന്ന രസവും കേട്ടോ. ഇങ്ങനെ മൺകലത്തിലാണ് അവരിത് കണക്ക് തക്കാളിയും പുളിയും കായവും കൂടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കും. അടുപ്പിലാണ് വേവിക്കുന്നത്. ഈ തിളയ്ക്കുമ്പോൾ ഈ കായത്തിൻ്റെയൊക്കെ മണം നല്ല അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് ഇതേ കണക്ക് ഉണ്ടോ മൂത്ത് വരുന്നുണ്ടോ ഉണ്ടോ, ഒരു ഗോൾഡൻ കളർ. അപ്പോൾ നമുക്ക് ഇച്ചിരി നല്ലോളം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. മുളക് പൊടി ഇച്ചിരി കുറവായിരുന്നു, ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം. ക്യാമറ കയ്യിൽ ഇരിക്കുന്നതിന് പ്രശ്നമായിട്ട്. പിന്നെ ഉലുവ ഒരു കാൽ സ്പൂൺ ഉലുവ. പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിക്കുക. തീ കുറയ്ക്കണം കേട്ടോ. തീ കുറച്ചേ ആവാവൂ. തീ അണച്ചാലും കുഴപ്പമില്ല, എണ്ണയുണ്ട്, അണച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച മണം മാറും. ഇപ്പോൾ ഒരു മണമൊക്കെ വരും കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനം ഇതിനകത്ത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓ, നല്ല മണോടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബാക്കി നമ്മൾ ഇച്ചിരി പുളിവെള്ളവും എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മണമാണ് ഇതിൻ്റെയൊക്കെ. മണം വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ മണം വരുന്നത് അറിയുന്നത് കേട്ടോ. എല്ലാം രസം. പിന്നെ നമ്മൾ വെള്ളം, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചാൽ നമുക്ക് എത്ര രസം വേണം അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഈ രസം പഴംപുളിയാണ് കേട്ടോ. കറുത്ത പുളി വെച്ചാണ് രസം ഉണ്ടാക്കിയത്. പുതിയ പുളി വെച്ചും രസം ഉണ്ടാക്കാം കേട്ടോ. ഇത് ഇങ്ങോട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പം എനിക്ക് ഈ നമ്മൾ പുളി നോക്കിയേ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളി എങ്ങനെയാണ് അനുസരിച്ച് ഇനി ഇത് തിളക്കട്ടെ. നമ്മൾ ഒഴിക്കാൻ നേരത്തെ തന്നെ ഈ മണം നോക്കി വന്ന് അടിക്കുമ്പോഴുണ്ടല്ലോ, വല്ലപ്പോഴും ഒരു ദിവസം ഉണ്ടാക്കണം. ഞാൻ കുറേ നാളായി കേട്ടോ ഇതേ കണക്ക് രസം ഉണ്ടാക്കിയിട്ട്. പണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു 10 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്കൊക്കെ മാമിമാർ ഉണ്ടാക്കുന്നത് ഞാൻ ശ്രദ്ധിച്ച് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഒന്നുണ്ടാക്കണമെന്ന് തോന്നി. അതിന് ഭയങ്കര മണമാണ്. ഈ തക്കാളിയും കായവും പുളിയും കൂടി മംഗലത്തിൽ കിടന്ന് തിളയ്ക്കുമ്പം അയലത്തെ വീട്ടിൽ അടിക്കും. നമ്മളെ മൂക്കിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മൂക്കിലടിക്കും. അപ്പം അതുപോലെ തന്നെയാണ് നല്ല മണം. ഈ കായവും പുളിയും തക്കാളിയും കൂടി മൺകലത്തിൽ കിടന്ന് വേവുമ്പോൾ ഇതെല്ലാം കൂടി ഒഴിച്ച് നല്ലൊരു രസമാണ്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. അന്ന് മല്ലിയിലയൊന്നും ഇല്ല കേട്ടോ.
അന്ന് കറിവേപ്പിലയാണ് എല്ലാവരും ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ രസം നമ്മുടെ രസം നല്ലോണം തിളച്ച് നല്ല മണം കേട്ടോ. അതാണ് സഹിക്കാൻ വയ്യാത്തത്. ഈ മണം നമുക്ക് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ പഴമയിലോട്ടൊന്ന് പോയി. നമ്മുടെ പഴയകാല രസം സൂപ്പറാണ് കേട്ടോ. ഞാനും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാക്കുന്ന കേട്ടോ. ഉപ്പും എരിയും നല്ലോളവിൻ്റെതും കായവും എല്ലാം പുളിയും എല്ലാം ഉണ്ട് കേട്ടോ. ഉണ്ടാക്കി നോക്കണം, മറക്കരുത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം. നമ്മുടെ രസം റെഡിയായി. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നമ്മുടെ രസം റെഡിയായിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നമുക്ക് അടിപൊളിയാണ് കേട്ടോ, ഒരു ദിവസമെങ്കിലും.